ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ട്രീറ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ളതും അതേപോലെ ഷവർമയിലും സാൻഡ്വിച്ചിലും ഒക്കെ ഉപയോഗിക്കുന്ന മയണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മയണൈസ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് മിക്സിയിലാണ്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുട്ടയുടെ വെള്ളം നമുക്കൊന്ന് എടുക്കാം. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്. ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ മഞ്ഞയും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. പക്ഷേ മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് ആ മുട്ടയുടെ ഒരു ടേസ്റ്റ് വരും. ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മുട്ടയുടെ മഞ്ഞ എടുക്കുന്നില്ല. നമ്മൾ വെള്ളം മാത്രം എടുക്കുമ്പോൾ നമ്മുടെ മയണൈസ് നല്ല വെള്ള കളറിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 3-4 ചെറിയ വെളുത്തുള്ളിയിൽ ഇട്ട് കൊടുക്കാം. വലുതാണെങ്കിൽ 2 ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നാരങ്ങാനീര് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് അരഞ്ഞ് വരണം. നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാനെപ്പോഴും മയണൈസ് തയ്യാറാക്കുമ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടും. എനിക്ക് ആ ടേസ്റ്റാണ് ഇഷ്ടം. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കേണ്ട. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്നിച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ മയണൈസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. കുറേശ്ശെ ഒഴിച്ച് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ വീണ്ടും ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഹോട്ടലൊക്കെ കിട്ടുന്ന മയണൈസിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കോക്കനട്ട് ഓയിലൊന്നും ഇതിനായിട്ട് ഉപയോഗിക്കരുത്. അപ്പം ഞാൻ വീണ്ടും ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ മിക്സിയിൽ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ വിപ്പ് എന്ന് പറഞ്ഞ് പുറകോട്ടൊരു ബട്ടൺ ഇല്ലേ, അങ്ങനെ വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. നിർത്തി നിർത്തി ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മയണൈസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒരു ക്രീമി ടെക്സ്ചർ ആവണം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മയണൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മയണൈസ് കിട്ടാൻ. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മുടെ സ്പൂണിൽ നിന്ന് ഇത് വിട്ടൊന്നും പോകുന്നില്ല. ഒരു ക്രീമി ടെക്സ്ചറാണ്. ഇത്രയും ആവണം നമ്മുടെ മയണൈസ് കറക്റ്റായിട്ട് കിട്ടാൻ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷവർമയ്ക്കും സാൻഡ്വിച്ചിനും ഒക്കെ ഉള്ള മയണൈസ് ഇനി കടയിൽ നിന്ന് വാങ്ങേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. പക്ഷേ കുട്ടികൾക്കൊന്നും ഒരുപാട് കൊടുക്കരുത്, അത്ര ഹെൽത്തി അല്ല ഓയിൽ യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ബൈ ബൈ.